തുടക്കം തന്നെ ഒരു വെടിയും പുകയായിട്ടാണ്. മമ്മൂട്ടിയാണ് നായകൻ, ജോഷി സാർ ഡയറക്ടർ. ആ പടത്തിലൂടെയാണ് സാർ മലയാള സിനിമയിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. ഒരു വല്ലാത്ത അനുഭവമായിരിക്കും അല്ലേ? അല്ല, ഞാനൊരിക്കലും പ്രതീക്ഷിച്ചതല്ലേ സിനിമയിൽ വരുമെന്ന്. പക്ഷേ നാടകമായിരുന്നു എൻ്റെ മെയിൻ. കാരണം എൻ്റെ അച്ഛനൊരു ചവിട്ട് നാടകാശനായിരുന്നു, ചിറയൻകീഴാണ്, കുന്നൽ നാരായണനാശൻ എന്ന് പറയും. പക്ഷെ അതെന്തൊക്കെയോ ബ്ലഡിലുണ്ടായി. ഞങ്ങളുടെ ബ്രദേഴ്സ് 5 പേരുണ്ട്, അഞ്ചു പേരും കലാകാരന്മാരാണ്. ഞാൻ ആകാശവാണി ഇരിക്കുന്ന കാലത്ത് നാടകം എഴുതുമായിരുന്നു റേഡിയോയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് ഒരുവിധപ്പെട്ട എല്ലാം സിനിമാ സംവിധായകരുമായിട്ടും ബന്ധപ്പെട്ടിട്ടുണ്ട്. അവിടെ റേഡിയോയിലൂടെ വന്ന് അങ്ങനെയുള്ള പരിചയമൊക്കെ ഉണ്ട്. അതിനുശേഷം മാത്രമല്ല, ഈ ജോഷി എന്ന് പറയുന്നത് എൻ്റെ ഒരു കസിൻ ബ്രദറും കൂടെയാണ്. അപ്പോൾ ഞാൻ ആകാശവാണി ഉള്ള കാലത്ത് തന്നെ വർക്കലയിൽ ലീവിന് വരുമ്പോൾ അവിടെ അമച്ചർ സംഘടനകളൊക്കെ നാടകം സംഘടിപ്പിക്കും വർക്കല. അപ്പോൾ അതിൽ ഞാനും ഉണ്ടാവും. ആ നാടകങ്ങളൊക്കെ ജോഷി ഫ്രണ്ടിലിരുന്ന് കണ്ടിട്ടുണ്ട്. അന്ന് സ്റ്റുഡൻ്റാണ്, എൻ്റെ അനുജൻ്റെ കൂടെ പഠിക്കുന്നത്. അന്നുപോലെ അങ്ങനെ ഒരു അറിവും കൂടെ ഉണ്ട് ആളിന്, നാടകക്കാരനാണെന്ന് പുള്ളിക്കറിയാം. അങ്ങനെ MG സോമനും ജോഷിയും കൂടെ അവർക്ക് ഗൾഫിൽ വന്നു, അബുദാബിയിൽ വന്ന് എൻ്റെ മെർസിഡീസ് കാറിൽ തന്നെ കൊണ്ട് അവരെയൊക്കെ നടത്തി എല്ലായിടത്തും കാണിച്ചു കൊടുത്തതിന് ശേഷം തിരിച്ചു പോകാൻ സമയത്ത് എന്നോടൊരു ചോദ്യം ചോദിച്ചു, ഒരു പടത്തിലൊരു വേഷം തന്നാൽ ചെയ്യാമെന്ന് ചോദിച്ചു. ഞാൻ പറയും എന്താ ചെയ്യാമല്ലോ, ഇത്രേ പറഞ്ഞുള്ളൂ. അങ്ങനെ അത് പറഞ്ഞു, ഇന്ന സമയം ഇവിടെ മംഗലാപുരത്ത് വരാൻ പറഞ്ഞു. അവിടെ വന്നപ്പോൾ ഒരു 2 ഹോട്ടലിലാണ് താമസിക്കുന്നത്. ജോഷിയും മമ്മൂട്ടിയും രതീഷ് ഇതെല്ലാവരും ഒരു ഹോട്ടലിൽ, പിന്നെ മറ്റ് ആർട്ടിസ്റ്റുകളെല്ലാം ജഗന്നാഥ വർമ്മ, KPSC ലളിത തുടങ്ങിയെല്ലാം വേറൊരു ഹോട്ടലിൽ താമസിക്കുകയാണ്. അപ്പോൾ എനിക്ക് മുറി തന്നത് രതീഷിൻ്റെ കൂടെ, ഞാൻ രതീഷും കൂടെ ഒരു റൂമിൽ ഞങ്ങൾ രണ്ടും കൂടെ. അല്ലാതെ അന്ന് അപ്പോൾ അങ്ങനെ, കാരണം നമ്മളൊരു VIP ആയിട്ട് തന്നെ അവർ ട്രീറ്റ് ചെയ്യുന്നുള്ളതാണ്. മമ്മൂട്ടിയുടെയൊക്കെ കൂടെ തന്നെ അവിടെ താമസിപ്പിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്ത് വേഷമൊന്നും എന്നോട് പറഞ്ഞില്ല. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, മീശ എടുത്തിട്ട് വാന്ന് പറഞ്ഞു. എടുത്ത് അങ്ങനെ ലൊക്കേഷനിൽ വണ്ടി വന്നു പോയി. അവിടെ ചെന്നപ്പോഴത്തേക്കും പള്ളിയിൽ അച്ഛൻ്റെ വേഷമാണ് എനിക്ക് തന്നത്. അപ്പോൾ ആ വേഷമൊക്കെ ഇട്ട് ലിഫ്റ്റ് കയറി പോകുമ്പോൾ എനിക്കറിയില്ലായിരുന്നു, എൻ്റെ കൂടെ ഒരാൾ കയറി. പിറ്റേ ദിവസം ഷൂട്ടിങ് കഴിഞ്ഞതിന് ശേഷമാണ് അയാൾ പറയുന്നത്, അയാളാണ് പ്രൊഡ്യൂസർ, 7 ആർട്സിൻ്റെ പടമാണ്. പ്രൊഡ്യൂസറിന് പറഞ്ഞു, ഞാൻ വരണ്ടു പോയി കേട്ടോ അച്ഛൻ്റെ വേഷം കണ്ടിട്ട്. കാരണം ഞാൻ ആ പള്ളിയിലെ പെർമിഷൻ വാങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഫാദർ എന്നെ കണ്ടപ്പോൾ എനിക്ക് തോന്നി പള്ളിയിലെ ഫാദറാണെന്ന് എന്നയാൾ പറഞ്ഞു. അതുകൊണ്ട് തോന്നിപ്പോയതാണ്. അപ്പോൾ അതിലെ വേഷം ഞാൻ ചെയ്തു. അത് ഓരോ ഷോട്ടിലും ഫസ്റ്റ് ഷോട്ടിൽ തന്നെ എടുക്കുമായിരുന്നു. അപ്പോൾ മമ്മൂട്ടി അടുത്ത് വന്ന് പറയുമായിരുന്നു, ജോഷിയോട് പറഞ്ഞ്, ആശാനെ ഇത് ഓസ്കാർ കൊണ്ടുപോകല്ലോ എന്ന് പറഞ്ഞു. മമ്മൂട്ടി പറയാം. അപ്പോൾ ജോഷി പറഞ്ഞു, അതെ പുള്ളി നമ്മുടെ ആ ഇതിൽപ്പെട്ട ആളല്ലേ, നമ്മുടെ സീനിയറാണ് ആൾ എന്ന് മറുപടിയും പറഞ്ഞു. എന്നിട്ട് പിന്നെ മമ്മൂട്ടി പറഞ്ഞു, വയറൊക്കെ നല്ല പള്ളയൊക്കെ ഉണ്ടല്ലോ. ഞാൻ പറയും, അച്ഛനല്ലേ, അപ്പോൾ അതൊക്കെ ഇരിക്കട്ടെ, ഇരുന്നോട്ടെ എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ് വലിയ കാര്യമായിട്ട് അതെല്ലാം എടുത്ത് വളരെ, പിന്നെ അന്നോട്ട് വലിയ ക്ലോസായ ആൾ. മാത്രമല്ല ഈവനിങ്ങിൽ നമ്മൾ ഒരുമിച്ചിരുന്ന് ഫോട്ടോ എടുക്കുകയും കഥകൾ പറയും മമ്മൂട്ടിയായിട്ട്. മമ്മൂട്ടി, രതീഷ്. അതെ, അല്ല അത് ജോഷിയുടെ കസിൻ എന്നൊരു ഒരു ഇതുകൂടെ ഉണ്ടല്ലോ, ബാനറൂടെ ഉണ്ട്. അതും പിന്നെ അഭിനയത്തിലും പുള്ളി മനസ്സിലാക്കി തന്നെ. ഒറ്റ ഷോട്ടിൽ നാടകക്കാരനാണെന്ന് നേരത്തെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. സ്ക്രിപ്റ്റ് എഴുതി അഭിനയിക്കുകയും സംവിധാനം ചെയ്യുകയൊക്കെ ചെയ്യാറ്. അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നില്ല. ഓരോ ഷോട്ടിലും കാര്യങ്ങൾ എടുത്തു പോകും. അതുകൊണ്ടാണ് പറഞ്ഞത് ഓസ്കാർ കൊണ്ടുപോകില്ലെന്ന് പറഞ്ഞത്. ആയിരിക്കാം. പക്ഷേ അയാൾ അങ്ങനെ ഒരാളല്ല, നല്ല വളരെ തുറന്ന കാര്യങ്ങൾ ഒറ്റയടിക്ക് തുറന്ന് പറയുന്ന ആളാണ്. മമ്മൂട്ടി ഫസ്റ്റ് ഡേ തന്നെ അയാളെ മനസ്സിലാക്കി. പുള്ളി അങ്ങനെ ഒരു ക്യാരക്ടറാണ് ആൾ. ഉള്ളത് തുറന്നടിച്ച് സംസാരിക്കും. അവിടെ ഏതാണ്ട് ഒരു മാസം ഉണ്ടായിരുന്നു. അവിടെ തന്നെ ആ ഹോട്ടലിൽ തന്നെ ഒരുമിച്ച് ഞങ്ങൾ താമസിക്കുമായിരുന്നു. മമ്മൂട്ടി, രതീഷ്, പിന്നെ ആരൊക്കെ ഉണ്ടായിരുന്നു, ജോഷിയൊക്കെ അതിനകത്ത് തന്നെയായിരുന്നു. അല്ലല്ല, എല്ലാം പറയും. പക്ഷെ ആളെ കണ്ടാലും ആദ്യമായിട്ട് പരിചയപ്പെടുന്നവർക്ക് വലിയ സീരിയസ് ആണെന്നൊക്കെ തോന്നും. പക്ഷേ അയാൾ പറയാനുള്ള വെട്ടി തുറന്ന് ആരോടും പറയും. ആ ഒരു ക്യാരക്ടറാണെന്ന് എനിക്ക് മനസ്സിലായി, പുള്ളിയുടെ സ്വഭാവത്തിന് മനസ്സിലായി. പിന്നെ എന്നാൽ വളരെ ക്ലോസ് ആയിട്ട് മിങ്കിൾ ചെയ്യുകയും ചെയ്യുകയാണ്. അങ്ങനെ ഒരു ക്യാരക്ടറാണ്. പക്ഷേ തന്ത്രം, പക്ഷേ വേണ്ട വിദ്യ പടം വിജയിച്ചു. തന്ത്രം നല്ല പടത്തിന് വരും. തന്ത്രം വേണ്ട വിദ്യ പടം എത്ര ശ്രദ്ധിക്കപ്പെട്ടില്ലേ? അല്ല, പടം കൂടി നല്ല കഥയായിരുന്നു, കൊള്ളാം, നന്നായിരുന്നു. ഈ മമ്മൂട്ടി ജോഷി തമ്മിൽ ഭയങ്കര കെമിസ്ട്രി അല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? പിന്നെ അവർ മമ്മൂട്ടിയെ പൊക്കിക്കൊണ്ടുവന്ന ജോഷിയല്ലേ.
ന്യൂഡൽഹിയിൽ നിന്ന് പടമല്ലേ പുള്ളിക്ക് ആദ്യം തൊട്ട് കയറി വരുന്നത്. പിന്നെ നായർ സാബ് തുടങ്ങിയ കുറേ പടങ്ങളുണ്ടല്ലോ. മമ്മൂട്ടി രക്ഷപ്പെടുത്തത് ജോഷി തന്നെ. അതെ അതെ തന്നെ തീർച്ചയായും ആ ഒരു ബന്ധം അവർ തമ്മിലുണ്ട്. ഇടപെട ബന്ധമാണ് അവർ തമ്മിൽ. പിന്നെ അവരങ്ങനെ തന്നെ വിളിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും. അത് കാണാനുള്ള ഭാഗ്യം കിട്ടിയല്ലേ. പിന്നെ അതിനുശേഷം പിന്നെ ഒരു പടത്തിന്റെ ഒരു നീണ്ട ഘോഷയാത്ര 10-25ഓളം അല്ലെങ്കിൽ 10. പിന്നെ ഞാൻ പറയില്ല ആദ്യത്തെ അത് കഴിഞ്ഞ ഉടൻ തന്നെ ഉടനെ അടുത്ത പടം ചെയ്തു. പിന്നെ ഡയറക്ടറോടെ ഉണ്ടായിരുന്നു. അയാൾ പറയും എനിക്ക് നമ്പൂരി ഒരു വേഷമുണ്ട് നിൽക്കണം, എൻ്റെ പടത്തിൽ ഒരു വേഷം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അത് ചെയ്തു. അതും കൂടെ ചെയ്തിട്ടാണ് അത്രോ നല്ല വേഷമായിരുന്നു നമ്പൂരിയായിട്ട്. ഞാൻ ജഗന്നാഥ വർമ്മ, പി സി ജോർജ്, ഞങ്ങൾ 3 നമ്പൂരിമാർ. പി സി ജോർജ് തടിയൻ നമ്മുടെ ഇപ്പോഴത്തെ മരിച്ചുപോയി. പി സി ജോർജ് മരിച്ചുപോയില്ല. പോലീസ് ഓഫീസറായിരുന്നു, നാടകക്കാരനായിരുന്നു. അപ്പോൾ അയാളും ഞാനും ഞങ്ങൾ 3 പേരും കൂടെ ഉള്ള ഒരു ഇതായിരുന്നു. അനുഭവം ഓർമ്മയുണ്ടോ? അതോ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അനുഭവം ഓർമ്മയുണ്ടോ? പഴയ അനുഭവം. രാത്രി വളരെ അർദ്ധരാത്രിയിലാണ് നമ്മുടെ മറ്റേ ആ പുഴയിൽ കൂടെ ഇറങ്ങി പന്തം കൊളുത്തി പോകുന്നൊരു സീനൊക്കെ ഉണ്ട്. ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ പോകുന്നത്, നമ്പൂതിരിമാരെല്ലാം കൂടെ. അപ്പോൾ പുഴയിൽ മമ്മൂട്ടിയിരിക്കുന്നതായിട്ടുള്ള ഒരു സീനക്കാർ അർദ്ധരാത്രിയൊക്കെ എടുത്ത പടമാണ്. അതും മമ്മൂട്ടി പടം കിട്ടിയത്? അത് മമ്മൂട്ടി തന്നെയായിരുന്നു. അപ്പോൾ ശരിക്കും മമ്മൂട്ടിയുടെ നല്ലൊരു ബോണ്ടിങ് ആയി. അല്ല, അന്ന് തൊട്ട് നമ്മൾ വളരെ ക്ലോസ്. എപ്പോഴും അത് തന്നെ, എപ്പോൾ കണ്ടാലും സത്യം അന്ന് വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ അടുത്ത കാലത്ത് എനിക്ക് അടുത്തല്ല 8-10 വർഷമായി അമ്മയിൽ നിന്ന് കൈനീട്ടം കിട്ടി. അപ്പോൾ അമ്മയിൽ മീറ്റിംഗ് കൂടിയിട്ടാണല്ലോ തരുന്നത് അവർ. അപ്പോൾ എന്നെ കണ്ടപ്പോൾ സത്യം അടിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞു തമാശയ്ക്ക്. മാസം തോറും 5000 രൂപ കൊടുക്കുന്നവരുന്നുണ്ടല്ലോ, അത് കിട്ടിയായിരുന്നു. അപ്പോൾ അവരെല്ലാം കൂടി ചേർന്നാണല്ലോ തരുന്നത്. അപ്പോൾ തന്നെ ശ്രദ്ധിച്ച് എൻ്റെ പേര് കണ്ടപ്പോൾ അന്ന് തുടങ്ങിയ ബന്ധമാണ്. അതെ, നല്ല അഭിനയത്തിൻ്റെ കാര്യമൊക്കെ പറ്റി പറഞ്ഞു സജഷനൊക്കെ പറഞ്ഞു തരുമോ? അങ്ങനെ ചെയ്യണമെങ്കിൽ ഇല്ല, അങ്ങനെ പുള്ളി പറയേണ്ടി വന്നിട്ടില്ല. കാരണം എന്തായാലും ഞാൻ മറ്റൊരാൾ പറയുമായിരിക്കും, എനിക്ക് അങ്ങനെ പറയേണ്ടി വന്നിട്ടില്ല. പക്ഷേ പുള്ളി വയറ് ശ്രദ്ധിച്ചില്ലേ? അത് ഇങ്ങനെ പറഞ്ഞു വയറൊക്കെ ഉണ്ടല്ലോ എന്ന്. ഞാൻ പറഞ്ഞു പള്ളിയിൽ അച്ഛനല്ലേ, ഇരുന്നോട്ടെ. പുള്ളി ഭയങ്കര കോൺഷ്യസ് ബോഡിയെ പറ്റി പുള്ളിക്ക് അല്ലേ? അല്ല, പുള്ളിയുടെ ആഹാര രീതിയൊക്കെ ഞാൻ ചോദിച്ചു. ഇപ്പോൾ പുള്ളി രാത്രിയിൽ ജ്യൂസേ കഴിക്കത്തുള്ളൂ, ആഹാരം അങ്ങനെ കഴിക്കില്ല. ഇതൊന്ന് കൃത്യമായ 5 നേരം പള്ളിയിൽ പോകും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നല്ല ഒരു ക്യാരക്ടറാണ് ആൾ.